ഹലോ ഗൈസ്, നമ്മൾ എന്ത് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ കപ്സ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് കപ്സ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം തന്നെ നമുക്ക് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. 2 സവാള വെട്ടിയത് ഈ ഉള്ളിൽ വാട്ടിയെടുക്കാം നമുക്ക്. അതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നമ്മളെ തക്കാളി പേസ്റ്റ് ആക്കിയത് നേരെ ഒഴിച്ചു കൊടുക്കാം. തക്കാളി പേസ്റ്റ് ഒന്ന് നല്ല ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ട് തക്കാളി പേസ്റ്റിൽ നമ്മൾ ചിക്കനും കൂട്ടി മിക്സ് ആക്കിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മുകളിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇച്ചിരി പൊതിന ഇട്ടിട്ട് 2 വിസിലടിക്കുന്ന വരെ വേവിച്ചെടുക്കാം കേട്ടോ. 2 വിസിലിന് ശേഷം ഇതുപോലെ ഉണ്ടാവും. ഇതിന് നമുക്ക് ചിക്കൻ വേറിയെടുക്കാം. ചിക്കൻ ഊറ്റിന് ശേഷം 1 മാഗി സ്ക്യൂബ് ഇട്ട് കൊടുക്കുക. നടുക്ക് കീറിയ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. 2 കപ്പ് പറഞ്ഞു കൊടുക്കുക. അതിലേക്ക് ഒരു ബ്ലാക്ക് നാരങ്ങ കൂടി ഇട്ട് കൊടുക്കുക. കഴുകി ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് 2 വിസിലടിക്കണ വരെ വേവിച്ചെടുക്കാം. ഫൈനലി നമ്മൾ കുക്കർ തുറക്കുമ്പോൾ നമ്മുടെ കപ്സ അടിപൊളിയുണ്ട് കേട്ടോ. കണ്ടോ, കുക്കറിൽ നിന്ന് മാറ്റി നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കനും കൂട്ടി മിക്സ് ആക്കി എടുക്കണം. കുക്കറിൽ നിന്ന് നേരെ മാറ്റിയപ്പോൾ നമ്മളെ കപ്സ എങ്ങനെ കേട്ടോ. നമുക്ക് ചിക്കൻ ഇട്ടേണ്ടത് മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ ചിക്കനും കൂട്ടി മിക്സ് ആക്കി എടുക്കാണ്ടത്. ഫൈനലി നമ്മുടെ കപ്സ ഇതാട്ടോ, ഇതുപോലെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത സ്പെഷ്യലാണ്. വീഡിയോ കണ്ടുവരപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തുട്ടോ. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.